ഏത്തക്കായും കൂട്ടിയിട്ട് തേങ്ങ അരച്ച് കറി വെക്കുന്നതിന് നോക്കാം. ഇത് ശരിക്കും ഒരു നാടൻ കറിയാണിത്. ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല, നല്ല ഈസിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത്. ഈ കറി കഴിക്കുമ്പോൾ നാരങ്ങാച്ചാറും പിന്നെ പപ്പടവും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കറിയും കൂടിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും. പിന്നെ ഈ കറി നിങ്ങൾ എടുക്കുമ്പോൾ ഇത് പരിപ്പായതുകൊണ്ട് തന്നെ പരിപ്പ് ഇപ്പം കറി വയ്ക്കുമ്പോഴായിരുന്നാലും കുറച്ച് ഗ്രേവി കൂട്ടിയിട്ട് എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കറി ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. പിന്നെ കറിയിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുമ്പോഴായിരുന്നാലും ഒരുപാട് തേങ്ങ അരച്ച് ചേർക്കരുത്, അപ്പോൾ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ കറിയാക്കുന്നത്. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് സാധാരണ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പരിപ്പാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾ മെഷറിംഗ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ 3/4 കപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഗ്രാമിലാണെന്നുണ്ടെങ്കിൽ 150 ഗ്രാം പരിപ്പ്. പിന്നെ ഏത്തക്കായ വേണം. ഞാനിവിടെ ഇതേപോലത്തെ ഒരു ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഈ ഏത്തക്കായയുടെ തൊണ്ട് കളഞ്ഞിട്ട് ഇത് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിപ്പും ഏത്തക്കായയും കൂടിയിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കും. അപ്പോൾ അത് വേവിച്ചെടുക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കണില്ല, അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കണം. പിന്നെ ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചതച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സവോള, ഞാനിവിടെ ഒരു ചെറിയൊരു സവോള ഇതേപോലെ ഒന്ന് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സവോളയ്ക്ക് പകരം നിങ്ങളുടെ അടുത്ത് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കുക, അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചുവന്നുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 3 വലിയ ചുവന്നുള്ളി ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് ചേർക്കുക. ഇത് വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് ഈ പരിപ്പും ഏത്തക്കായും കൂടിയിട്ട് ഫസ്റ്റ് വേവിച്ചിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തേക്കുന്നത്. തേങ്ങ ഒരുപാട് ചേർക്കണ്ട, കാരണം ഇത് പരിപ്പ് കറി ആയതുകൊണ്ട് ഈ കറിക്ക് അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ടാവും. അപ്പോൾ തേങ്ങ ആയിരുന്നാലും ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ കറി ഭയങ്കര തിക്കായി പോകും. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ കൂടെ അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ജീരകം വേണം. ഞാനിവിടെ ചെറിയ ടൈപ്പ് ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 2 പച്ചമുളകും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കും. പിന്നെ കറിയിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു തക്കാളി ഇതേപോലെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഞാനിവിടെ ചുവന്നുള്ളിക്ക് പകരം സവോളയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ചുവന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി തന്നെ എടുക്കുക. ചുവന്നുള്ളി എടുക്കുകയാണെങ്കിൽ ഒരു 4 വലിയ ചുവന്നുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ ഒരു മീഡിയം സവോളയുടെ പകുതി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കടുക് വേണം, പിന്നെ ഉണക്കമുളകും വേണം. നിങ്ങളുടെ അടുത്ത് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കണം. അത് പരിപ്പ് വേവിക്കുമ്പോഴും കറിവേപ്പില ചേർക്കുക, കറിയിലേക്ക് താളിച്ച് ചേർക്കുമ്പോഴായിരുന്നാലും കറിവേപ്പില ചേർക്കുക. അപ്പോൾ ഫസ്റ്റ് ഈ ഏത്തക്കായയുടെ തൊണ്ടൊന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഏത്തക്കായ കട്ട് ചെയ്തിട്ട് ഇടുമ്പോൾ വെള്ളത്തിലേക്ക് ഇടാം, അപ്പോൾ അത് കറ പിടിക്കില്ല. ഞാനിവിടെ ഒരു ഏത്തക്കായനെ ഇതേപോലെ ഇങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് കനം കുറയ്ക്കണ്ട, ചെറുതായിട്ട് കനത്തിൽ കട്ട് ചെയ്യാം. ഈ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഈ ഏത്തക്കായം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കുക്കറിലേക്ക് ഈ കഴുകിയെടുത്തേക്കണം പരിപ്പ് ചേർക്കാം. ഏത്തക്കായ ചേർക്കാം. ഏത്തക്കായ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് പച്ചമുളകും പിന്നെ ചതച്ചെടുത്തേക്കണ ഇഞ്ചിയും സവോളയും ചേർക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ കറിയുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം, വെള്ളവും ചേർക്കണം. വെള്ളം ചേർക്കാം. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ആ കഷ്ണങ്ങളുടെ മുകളിൽ ഒരു പകുതിയിൽ കൂടുതൽ വെള്ളം നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് വേവിക്കുക. ഈ പരിപ്പും കായയും കൂടിയിട്ട് വേവിച്ചിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് തീ ഓണാക്കുക.
കുക്കർ മൂടി വയ്ക്കാം. ഈ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ പിന്നെ വിസിൽ പോവാത്ത തരത്തിൽ തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം മുഴുവനും പോയി കഴിയുമ്പോൾ കുക്കർ തുറക്കാം. ഈ കറിയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം. ചെറിയ ജീരകം ചേർക്കാം. ചെറിയ ജീരകം ഞാനിവിടെ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർക്കാം. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. തേങ്ങയ്ക്ക് നിങ്ങൾ അരച്ചിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ശരിക്കും അരഞ്ഞിട്ടില്ല. കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയുടെ ഉള്ളിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കണ പോലെ ആയിപ്പോവും. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചെടുക്കണം. പിന്നെ നിങ്ങളിതിലേക്ക് ഒഴിക്കണ വെള്ളം, ഇപ്പോൾ നിങ്ങൾ ടാപ്പിൽ വരുന്ന വെള്ളമാണ് എടുക്കണേ, ടാപ്പിലെ വെള്ളം നന്നായിട്ട് തണുത്തിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ വെള്ളം പതുക്കൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കുക. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം മുഴുവനും പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറക്കാം. അപ്പോൾ അത് കായയും പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ തീ ഓണാക്കുക. ഇനി കറിയിലേക്ക് അരച്ച് വെച്ചേക്കണ തേങ്ങ ചേർക്കുക. ഈ കറിയിലേക്ക് തക്കാളി ചേർക്കുക. ഇപ്പോൾ കറിയിലേക്ക് ഞാനിവിടെ തേങ്ങ അരച്ചതും തക്കാളിയും ചേർത്തിട്ടുണ്ട്. ഈ കറി തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 5 മിനിറ്റ് കറി നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ കറി ഇതേപോലെ ഇങ്ങനെ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കറിയിൽ ഇപ്പോൾ ഒരുപാട് ചാറ് പോലെ തോന്നണുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം ഈ തേങ്ങയും തക്കാളിയും ചേർക്കാൻ പോണതിന് മുമ്പ് കൂടുതൽ വെള്ളം പോലെ തോന്നണുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് വറ്റിച്ചിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾ എരിവ് നോക്കിയിട്ട് ഇപ്പോൾ എരിവ് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതേപോലെ തക്കാളി ചേർക്കുന്ന സമയത്ത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഉപ്പായിരുന്നാലും ഏറ്റാദ്യം ഒരുപാട് ചേർക്കണ്ട. ഇതേപോലെ കറി റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് രണ്ടാമതും ചേർത്താൽ മതി. ഈ കറിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ ഈ കറിയിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. എരിവൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുണ്ട് ഈ കറിക്ക്. എനിക്കിതേപോലെ കറിക്ക് വയ്ക്കുമ്പോൾ കുറച്ച് എരിവിൽ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കും. ഈ കറി അവിടെ കിടന്ന് തിളക്കുമ്പോഴേക്കും ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാനുള്ളത് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഈ കറിയിലേക്ക് നിങ്ങൾ താളിച്ചിട്ട് ചേർക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ താളിച്ച് ചേർക്കുക. അപ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴായിരുന്നാലും ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കുക. നമ്മൾ ആ കറിയിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ഇതിനു മുമ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ താളിച്ച് ചേർക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കുക. അപ്പോൾ കറിയിലേക്ക് തക്കാളിയും തേങ്ങ അരച്ചതും ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് കറി നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർക്കുക. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ കടുക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കടുക് പൊട്ടണം. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ നമ്മൾ കറിയിലേക്ക് കടുക് ചേർക്കുമ്പോഴായിരുന്നാലും കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടുക് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ കടുകിന് ഒരു കൈപ്രസ് ഉണ്ടാവും. ഈ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടുക് കരിഞ്ഞു പോകും. അങ്ങനെയായിരുന്നാലും കടുകിന് കൈപ്രസ് ഉണ്ടാവും. അപ്പോൾ കടുക് മുഴുവൻ അങ്ങോട്ട് പൊട്ടി തീരാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. കാരണം ഏറ്റവും ആദ്യം കടുക് പൊട്ടിക്കണം. അല്ലെങ്കിൽ നമ്മൾ സവോളയൊക്കെ ചേർക്കുമ്പോൾ സവോളയുടെ വെള്ളം കൊണ്ട് കടുക് പൊട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും അധികം കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3/4 ഭാഗം കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ സവോളയുടെ വെള്ളം കൊണ്ട് ഈ ഉണക്കമുളക് വരുന്നതിൽ നമുക്ക് മുരിഞ്ഞ് കിട്ടില്ല. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഈ താളിച്ച് ചേർക്കുന്നതിന് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. കറിക്ക് നല്ലൊരു കളറും കിട്ടും. കറിക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഈ മഞ്ഞൾപ്പൊടി ഈ സവോള നന്നായിട്ടുണ്ട് മുരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. കാരണം ഈ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ കിടന്നിട്ട് മുരിയണം. അപ്പോൾ സവോള മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം. താളിച്ച് ചേർക്കേണ്ടത് എപ്പോഴും നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കറിയിലേക്ക് ചേർക്കാം. അപ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കറിക്ക് നല്ലൊരു സ്മെല്ല് വരും.
ഉപ്പും കായയും കൂടിയിട്ട് കറി വെച്ചത് റെഡി ആയിട്ടുണ്ട്.